താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ തുടരവെ സംഘടനയിൽ ഭരണപ്രതിസന്ധി. സംഘടനയിലെ പ്രധാന ഭാരവാഹികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ രാജിവെക്കില്ലെന്ന ശ്വേതാ മേനോന്റെ കർശന നിലപാട് സംഘടനയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഭരണപ്രതിസന്ധി രൂക്ഷമാണ്. അംഗങ്ങൾക്കിടയിലും പുറത്തുമുണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അമ്മ നേതൃത്വം ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ നീക്കം ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, സംഘടനയിൽ വലിയൊരു പ്രതിസന്ധിക്ക് വഴിവെക്കുകയും ചെയ്തു. ശ്വേത രാജിവെക്കാൻ കൂട്ടാക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അതേസമയം കൂടുതൽ പേർ രാജിവച്ചേക്കുമെന്നാണ് സൂചന. ജയൻ ചേർത്തലയുടെയും കൈലാഷിന്റെയും രാജി അംഗീകരിച്ചു. ഇവർക്ക് പിന്നാലെ സംഘടനയിലെ കൂടുതൽ ഭാരവാഹികൾ രാജിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിലെ സ്ഥിതി ശ്വേതാ മേനോൻ നിരപരാധിത്വം തെളിയിക്കാതെ രാജിവെക്കില്ല എന്നാണ്. ഇതോടെ അമ്മയിൽ ഭരണപ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. ഭരണസമിതി ഔദ്യോഗികമായി രാജി നൽകാതെ നിയമവിരുദ്ധമായി അഡ്ഹോക് സമിതി ചേർന്നതിനെതിരെ ശ്വേത നിയമ നടപടിയിലേക്ക് നീങ്ങിയേക്കും. നിരപരാധിത്വം തെളിയിക്കാതെ പിന്മാറില്ലെന്ന് ശ്വേത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഇതിനിടെ സംഘടനയിൽ കൂടുതൽ രാജിക്കും കളമൊരുങ്ങുകയാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കാതെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അഡ്ഹോക് കമ്മിറ്റി നിയമവിരുദ്ധമാണെന്നും ശ്വേത ആരോപിച്ചു. കുറ്റാരോപിതരായ ചിലർ സംഘടനയെ തട്ടിയെടുക്കാൻ അനുവദിക്കില്ലെന്നും താൻ അമ്മയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ശ്വേത വ്യക്തമാക്കിയിരുന്നു. താൻ ജനങ്ങളെ വഞ്ചിച്ചെന്ന ആരോപണം പൂർണ്ണമായി തള്ളിയാണ് ശ്വേതയുടെ പ്രതികരണം. ജൂൺ 21 നടന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഭരണസമിതിയെ പുറത്താക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായാണ് ചിലർ എത്തിയതെന്ന് ശ്വേത ആരോപിച്ചു. യോഗത്തിൽ വിതരണം ചെയ്ത പ്രമേയത്തിന് ബൈലോ പ്രകാരം ആവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ അതിന് നിയമസാധുതയില്ല. അമ്മയുടെ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി രാജിവെച്ചാൽ പുതിയ തെരഞ്ഞെടുപ്പ് വരെ പഴയ ഭരണസമിതി തന്നെ തുടരണമെന്നാണ് നിയമം. ജൂലൈ 1 കൈനീട്ടവും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നും ശ്വേത വ്യക്തമാക്കി. അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ വഴിതെറ്റിച്ചിരിക്കുകയാണ് എന്നാരോപിച്ച ശ്വേത സംഘടനയെ കൈക്കലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അതിനിടെ താരസംഘടനയായ അമ്മയിൽ നിന്ന് ജയൻ ചേർത്തലയും കൈലാഷും രാജിവെച്ചു. 500-ലധികം അംഗങ്ങൾക്ക് മുന്നിൽ വാർഷിക പൊതുയോഗത്തിൽ കമ്മിറ്റി രാജി പ്രഖ്യാപിച്ചതാണ് ഇനിയും തുടരാൻ താൽപര്യമില്ലെന്ന് ജയൻ ചേർത്തല വ്യക്തമാക്കിയത്. സംഘടനയുടെ ഇമെയിലിലേക്കാണ് ഇരുവരും രാജിക്കത്ത് അയച്ചത്. രാജി പ്രഖ്യാപിച്ച ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാണ് ഇരുവരും. ശ്വേതാ മേനോൻ അടക്കമുള്ളവർ സംഘടനയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും അറിയിച്ചിരുന്നു. ഇതോടെയാണ് ഇതിനോട് പ്രതികരിക്കവെയാണ് ശ്വേത താൻ രാജിവച്ചിട്ടില്ലെന്ന കാര്യം വ്യക്തമാക്കിയത്.